കച്ചവട സിനിമകൾ ചെയ്യുന്ന എന്തെന്നാൽ സാധാരണ മനുഷ്യരെ അടിമകളാക്കിയിട്ട് അവനെ തുറന്ന ചന്തകളിൽ വിറ്റ് പൈസയാക്കും. അത് അതിനു വേണ്ടി ഒരു കുറേ സാധനങ്ങൾ അവർ അവിടെ നിന്ന് ഇവിടെ നിന്ന് പിറക്കിയെടുത്ത് അസംബിൾ ചെയ്തിട്ട് അതിനെ കൊഴിപ്പിക്കണമെങ്കിൽ ഇടി, നഗ്നത, പിന്നെ ഡിസ്ക്രിമിനേറ്ററി ആസ്പെക്റ്റ്, അതായത് വെളുത്ത ശരീരം, മല്ലന്മാർ, പിന്നെ ഒരടിക്ക് 50 പേര് അന്തരീക്ഷത്തിൽ നിർത്തുന്നത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് അതിനെ കൊഴിപ്പിച്ചിട്ട് സാധാരണ ആൾക്കാരുടെ ഇടയിൽ അപ്പം അങ്ങനെ കൊഴിപ്പിക്കുന്നതിന് സംഗീതം ഉപയോഗിച്ച് കൊഴിപ്പിക്കും, ഹൊറർ മ്യൂസിക് ഉപയോഗിച്ച് കൊഴിപ്പിക്കും, ഇത് ശബ്ദവും നിറങ്ങളും ഉപയോഗിച്ച് കൊഴിപ്പിക്കും, നൃത്തങ്ങൾ ഉപയോഗിച്ച് കൊഴിപ്പിക്കും. പലതരം നൃത്തങ്ങളുണ്ടല്ലോ. ഇതെല്ലാം കൊഴിപ്പിച്ച് ഒരു ഡ്രഗിൻ്റെ രൂപത്തിലാക്കിയിട്ടാണ് സമൂഹത്തിലോട്ട് സപ്ലൈ ചെയ്യുന്നത്. ഇത് സാധാരണ അതായത് ഇങ്ങനെ ഈ സംഭവങ്ങൾ സാധാരണ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ കാണാത്തതാണ്. അപ്പോൾ ഇത് വലിയ ധാരണകളൊന്നുമില്ലാത്ത ആൾക്കാർ ഇത് കാണുമ്പോഴത്തേക്ക് അത് വീണ്ടും കാണാനും വീണ്ടും അതിലെന്തൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നലൊക്കെ അവന് വരും. അങ്ങനെ അവൻ സ്വാഭാവികമായിട്ട് അടിമയായിട്ട് ഈ അഭിനയിക്കുന്നവരുടെ സാധാരണ മലയാളത്തിൽ പറയുന്ന പോലെ ആരാധകരായി മാറും. ഈ ആരാധകരായി മാറുന്നത് ഈ ഫാക്ടറി നടത്തുന്ന ഇങ്ങനത്തെ വ്യവസായങ്ങൾ നടത്തുന്നവരെ ഒരു റേറ്റിംഗ് കൂട്ടും. അങ്ങനെയാണ് ഇവർ ശരിക്കും സമൂഹത്തിൽ ഒരു ശക്തിയായി മാറുന്നത്. ഇങ്ങനെ ഒരു ശക്തിയായി മാറുന്നു എന്നുള്ള ഒരു തോന്നലുണ്ടാകുമ്പോൾ തന്നെ ഇവർ സാധാരണ മനുഷ്യരെ ചൂഷണം ചെയ്യാനുള്ള കാര്യങ്ങൾ തുടങ്ങും. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ലൈംഗിക ചൂഷണം. ലൈംഗിക ചൂഷണമല്ല യഥാർത്ഥത്തിൽ. ലൈംഗിക ചൂഷണം എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ കാര്യമാണ്. ലൈംഗിക കൊയ്ത്താണ് ഇവർ പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഇവരുടെ പ്രധാന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കച്ചവട കലകൾ ആരായാലും ശരി, അവരുടെ പ്രധാന ആക്ടിവിറ്റി എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരാണ് തങ്ങൾ എന്നുള്ള ഒരു ബോധം ഉണ്ടാക്കി, എലീറ്റ് കോൺഷ്യസ്നസ് ഉണ്ടാക്കുക. എന്നിട്ട് അതുപയോഗിച്ച് ഒരു മോണോപ്പൊളി, അതായത് ഈ അമ്മ പോലെയുള്ള ക്രിമിനൽ സംഘങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മോണോപ്പൊളി, ഒരു കുത്തക സംവിധാനം ഉണ്ടാക്കും. അതായത് കുറേ നടന്മാരുടെ സിനിമകൾ മാത്രം അല്ലെങ്കിൽ അവരുടെ കലകൾ മാത്രമേ ഓടൂ എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാക്കും. അത് സിനിമകളുടെ മാത്രമല്ല ഉള്ളത്, കവിതയിലും നാടകത്തിലും എല്ലാം ഉണ്ട്. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു സാമ്പത്തികമായ കൊയ്ത്ത് നടക്കും. അപ്പോൾ ലൈംഗികമായ കൊയ്ത്ത്, സാമ്പത്തികമായ കൊയ്ത്ത്, പിന്നെ സ്ഥാനങ്ങളുടെ കൊയ്ത്ത്. ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇൻ്റലക്ച്വൽ ബുദ്ധിപരമായ വളരെ കാലം നീണ്ട ചർച്ചയുടെയോ അല്ലെങ്കിൽ ചിന്തയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കഷൻ ഡിബേറ്റ്സിൻ്റെയോ ഫലമായിട്ട് ഉള്ള ഡെവലപ്മെൻറ്റോ അങ്ങനത്തെ ഒരു ബുദ്ധിവികാസമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇത് വെറും സാധാരണ പെറുക്കി ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അങ്ങനെയാണ് ഒരു സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റിൽ, ഞാൻ പറഞ്ഞത് മുന്നോട്ടൊന്നും അല്ലെങ്കിൽ ചെറിയ ഡെവലപ്മെൻറ്റൊക്കെ എല്ലാ സ്ഥലത്തും കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു റോളൊന്നും ഇവർക്കില്ല. ഇവരൊരു ഫണ്ടമെൻ്റലി കമേഴ്സ്യൽ ആർട്ടിസ്റ്റുകളെന്ന് വെച്ചാൽ ഇത് പ്രധാനമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരായിട്ട് ബാക്കിയുള്ളൊരു തൊഴിലാളികളാണ്. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിത പ്രശ്നമാണ്, അവർക്ക് ഇതെന്തെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ കോംപ്ലക്സിറ്റീസോ അല്ലെങ്കിൽ ഇത് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്സോ അല്ലെങ്കിൽ ഇതിൻ്റെ എലീറ്റ് സെക്ഷൻ എങ്ങനെയാണിത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധാരണ മനുഷ്യർക്ക് അറിഞ്ഞുകൂടാ. അവർക്കത് അനലൈസ് ചെയ്യാനുള്ള കഴിവോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് അവർ ഒരു തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇവരുടെ സേവകരായിട്ട് നടക്കും. കുറേ കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്ന് മാറ്റപ്പെടുമ്പോഴത്തേക്ക് അത് ഒന്നുമില്ലാത്തവരായി മാറും. അങ്ങനെയുള്ള ഒരുപാട് സാധാരണ ആൾക്കാരെ ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ അമ്മ പോലെ, അതൊരു ക്രിമിനൽ ഗ്രൂപ്പാണ് ഈ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ. അത് ഇവിടെ ഈ വാർത്താ മാധ്യമങ്ങൾ കൊടുക്കുന്നത് ഏതോ രാജ്യത്ത് ഇങ്ങനെ പട്ടാള അട്ടിമറി നടന്ന പോലെയാണ് അമ്മയിലെ കൂട്ടരാജ്യമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊരു ചെറിയ ഗ്രൂപ്പാണ്. അതായത് ക്രിമിനൽ സ്വഭാവത്തിൽ അവരുടെ പ്രധാനമായിട്ട് ഈ അമ്മ പോലെയുള്ള സംഘടന ചെയ്യുക എന്ന് വെച്ചാൽ അവരതിനകത്ത് ആർക്കെങ്കിലും കാശ് കൊടുക്കുക, വീട് വെച്ച് കൊടുക്കുക, അതൊക്കെ ചെയ്യും. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം അറിയേണ്ടത്, ഒരാൾ കുറേ പൈസ ഉണ്ടാക്കുന്നു, ഒരു ക്യാപിറ്റലിസ്റ്റ് കുറേ പൈസ ഉണ്ടാക്കുമ്പം അവൻ എത്ര മോശം ക്യാപിറ്റലിസ്റ്റ് ആയാലും അവൻ കുറേ ചാരിറ്റിക്ക് കൊടുക്കും. കാര്യമെന്ന് വെച്ചാൽ അത് എന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവൻ ഈ കൊടുക്കുന്ന ആൾക്കാരോട് സ്നേഹമോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല, ഇത് അവൻ്റെ നിയന്ത്രണത്തിനല്ലാതെ അവന് വന്നു ചേരുന്ന ഒരു സ്വത്താണ്.
അവൻ്റെ നിയന്ത്രണത്തിലല്ല, അവൻ്റെ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഇടപെടൽ വഴിയല്ല അത് വരണത്. അത് അവൻ അന്യമായ ബാഹ്യ സാഹചര്യങ്ങൾ വഴിയാണ് അത് വന്നു ചേരുന്നത്. അത് എന്തോ സ്പിരിച്വൽ ആസ്പെക്റ്റാണ്. അതുകൊണ്ട് കുറച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ആ സാഹചര്യങ്ങൾ വീണ്ടും അതേപോലെ ഉണ്ടാവും എന്നുള്ള ധാരണയിൽ ഞാൻ ഇങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ചെറുകിട മുതൽ വൻകിട തോതിൽ ആൾക്കാർ ഇത് ചെയ്യുന്നത് ഈ ഒരു ബോധത്തിൻ്റെ പുറത്താണ്. ബാക്കി അടുത്ത വീഡിയോയിൽ.